ഹായ് ഹലോ ഇറ്റ്സ് മീ ടേൽസ് ഓഫ് സെലിൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഒരു ട്രാവൽ സീരീസ് ആണ് കേട്ടോ. ഞാൻ ആഗ്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് പാർട്ട് 1 ആണ്. പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ എൻ്റെ ഇൻസ്റ്റാ ഐഡിയും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്, അതും കൂടെ ഫോളോ ചെയ്തേക്കാം. എപ്പോഴത്തെയും പോലെയല്ല, ഇപ്രാവശ്യത്തെ യാത്രയിൽ 42 മണിക്കൂർ ട്രെയിനിൽ ഇരിക്കണം എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നല്ല, സത്യം പറഞ്ഞാൽ ഇരുന്ന് ഉപ്പാട് വന്നു എന്നുള്ളതാണ്. 42 മണിക്കൂർ ഇരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുത്തു പോകും സംഭവം. കാരണം നമ്മൾ സാധാരണ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നൈറ്റ് പോയിട്ട് മോർണിംഗ് എത്തുക, അങ്ങനെ ജസ്റ്റ് ഡേ എത്തുന്ന രീതിയിലാണ് പോയിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ടൈമാണ്, അതും നോർത്ത് സൈഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ എനിക്ക് ട്രെയിനിൽ ഇരുന്നുള്ള ഒരു ട്രാവലായിരുന്നു എനിക്ക് ബോറടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കൂടെ ഉള്ളത് കാരണം ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ തന്നെ ഇതാക്കി. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ജൂലൈ 12 ഈവനിങ് 4:30 നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. ന്യൂഡൽഹി എക്സ്പ്രസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു അരമണിക്കൂർ മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4:30 ആയപ്പോഴത്തേക്കും കറക്റ്റ് ടൈമിന് ട്രെയിൻ വന്നു കേട്ടോ. അപ്പോൾ ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മൾ 3 ടയർ AC ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി, ട്രെയിൻ എടുത്തു. സീറ്റൊക്കെ കാലിയായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടിയത് ഫസ്റ്റത്തെ ആ ഒരു കോച്ചിലെ 1, 2, 3, 4 ആ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തെ ആ ഒരു സെക്ഷനിലായിരുന്നു നമുക്ക് സീറ്റിംഗ് ഉണ്ടായിരുന്നത്. എനിക്ക് വിൻഡോ സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ സൈഡിൽ പോയിട്ട് കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ നേരമായപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ നൈറ്റത്തേക്ക് ഉള്ളത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളയപ്പവും ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കുന്ന സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് താജ്മഹലിലുള്ള കപ്പിൾ ഷൂട്ടായിരുന്നു. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ഇരുന്ന് ബോറൊക്കെ അടിച്ചപ്പോഴത്തേക്കും ഇരിക്കണുണ്ടോ, അവനാ ഇരുന്ന് ശല്യം ചെയ്യലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. കാരണം സത്യം പറഞ്ഞാൽ നല്ല ബോറടിക്കും. അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ വർത്താനം പറഞ്ഞ് കളിച്ചിരിച്ച് അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ സാറ്റർഡേ മോർണിംഗ്, അതായത് ജൂലൈ 13 മോർണിംഗ് ആണ്. ഇപ്പോൾ ട്രെയിൻ എവിടേക്കോ എത്തിയിട്ടോ. പിന്നെ നമ്മൾ എണീറ്റ് നോക്കിയപ്പോഴാണ് തമിഴ്നാട് കഴിഞ്ഞു. അപ്പം നമ്മൾ രാവിലെ ഈ ഫുഡൊക്കെ ടേസ്റ്റി നിബിൾസിൻ്റെ ഫുഡ്, റെഡിമെയ്ഡ് ഫുഡാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. അത് കെറ്റിലിൻ്റെ അകത്ത് വെച്ച് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് ചൂടാക്കിയിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ ഇതുപോലെ പോകുന്നവർക്കും ലോങ് പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത്. ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ ഒരുപാട് ഫുട്ടേജസ് ഞാൻ കേട്ടിട്ടില്ല. കാരണം നമ്മൾ ട്രെയിനിൽ തന്നെ ആയത് കാരണം ഒരുപാട് കേട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ വ്ളോഗിൻ്റെ ലെങ്ത് കൂടിപ്പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ആഗ്ര റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ, നമ്മൾ ആ അറ്റത്ത് നിന്ന് ഈ കാണുന്നുണ്ട് നമ്മുടെ ബാക്കിൽ ഇങ്ങനെ നമ്മൾ ഈ വണ്ടി കയറി ചേട്ടാ ആ വണ്ടി കയറുന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കര ലേലം വിളിയായിരുന്നു. അങ്ങനെ ഒരു ലാസ്റ്റ് നമ്മൾ പൈസയൊക്കെ ബാർഗെയിൻ ചെയ്ത് ഉറപ്പിച്ചിട്ട് ഒരു വണ്ടിയിൽ കയറി പോവാണ് കേട്ടോ. സ്റ്റേ ഒക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞാൻ കൂടുതലും ഈ നോർത്ത് സൈഡിലേക്ക് പോകുന്ന, നിങ്ങൾ നോർത്ത് സൈഡിലേക്ക് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണും പേഴ്സും ജ്വല്ലറിയൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. പേഴ്സും ഫോണൊക്കെ നല്ലോണം കെയർഫുള്ളായിട്ട് അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണത്, ഏരിയയാണ്. അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. നിങ്ങൾക്ക് സ്ഥലം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. താജ്മഹൽ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം ആണ്, ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കി താജിൻ്റെ കാഴ്ചകളൊക്കെ എല്ലാം ഞാൻ അടുത്ത സീരീസിൽ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ അതേ കണ്ടോ, ഇവിടെ മെട്രോ ഒക്കെ താഴെ കൂടെ കണ്ടോ പോണേ. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. ഈ കാണുന്നതാണ് കേട്ടോ റൂം. നല്ല
ക്ലീൻ ആയിട്ടുള്ള റൂം തന്നെ ആയിരുന്നു. അപ്പോൾ സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത പാർട്ട് 2 ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ ഇത് എനിക്ക് തന്ന സപ്പോർട്ട്, കാരണം ഞാൻ തുടങ്ങിയപ്പോഴത്തേക്കും 4-5 സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 80 ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. പാർട്ട് 2 ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.